എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ലൂഫിയും ആ വില്ലനും അവർ രണ്ടുപേരും വമ്പൻ അടിയിടി ബഹളം. ആ വില്ലനാണെങ്കിൽ ലൂഫിയുടെ പവറൊക്കെ മനസ്സിലാക്കി ഡോണറ്റ് പവർ ഉപയോഗിച്ച് ലൂഫിയെ പ്രിവെന്റ് ചെയ്യാണ്. അതേസമയം പുട്ടിങ്ങിന് അവളുടെ ടെൻഷൻ കൂടും. അതിന് സാഞ്ചി അവനാണെങ്കിൽ അവളെ ആശ്വസിപ്പിക്കും. നീ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, എൻ്റെ ടീം മേറ്റ്സിനെ കുറിച്ചും ടീം ക്യാപ്റ്റനെ കുറിച്ചും നിനക്കറിയില്ല. അവർക്ക് എന്നെ കഴിഞ്ഞും പവറുണ്ട്. അവരെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. സോ നമ്മളിപ്പോ മിഷൻ അത് കുറെ കൂടെ സൂക്ഷ്മമായിട്ടും കൃത്യമായിട്ടും പെട്ടെന്നും ചെയ്തു തീർക്കണമെന്ന് പറയും. അത് കേൾക്കുമ്പോൾ അവൾക്കും ഭയങ്കര ആശ്വാസം. പക്ഷെ ഞൊടിയിടയിൽ അവളുടെ ഉള്ളിലുള്ള ആ നെഗറ്റീവ് പവർ അത് പുറത്തേക്ക് വന്ന് നിലവിളിച്ച് പറയും, ലൂഫിയെ എന്റെ ബ്രദർ കട്ടകുറി അവൻ തല്ലി തല്ലി കൊല്ലും. സാഞ്ചിക്കാണെങ്കിൽ അവളുടെ ഈ മൾട്ടിപ്പിൾ ഡിസോർഡർ നന്നായിട്ട് അറിയാം. സോ മനസ്സിലാക്കി സ്നേഹം കൊണ്ട് അവളെ അവൻ നോർമലാക്കാൻ ശ്രമിക്കും. കട്ട് ചെയ്ത ഇവിടെ ബിഗ് മോം അവളാണെങ്കിൽ ഓൾമോസ്റ്റ് ആ നട്ട്സ് ഐലാൻഡിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ആ ഐലാൻഡിന്റെ ഷേപ്പും കോലമൊക്കെ കാണുമ്പോൾ ഏകദേശം ഒരു വെഡ്ഡിംഗ് കേക്ക് പോലെയാണ്. സോ അതാണ് അവൾ കഴിക്കാൻ ആഗ്രഹിച്ച വെഡ്ഡിംഗ് കേക്ക് എന്ന് കരുതി ബിഗ് മോം അവിടേക്ക് പാഞ്ഞടുക്കും. ആ ഒരു ഐലാൻഡിലാണ് ബിഗ് മോമിന്റെ മകളായിട്ടുള്ള ആ ബീഡി പെണ്ണ് അവളുള്ളത്. ബിഗ് മോമിനെ കാണേണ്ട താമസം അവൾ നിലവിളിച്ച് പറയും, ഇവിടെയുള്ള ജനങ്ങൾ എല്ലാവരും എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. എൻ്റെ അമ്മ ബിഗ് മോം അവൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. അവരിവിടെ എത്തിക്കഴിഞ്ഞ ആ വെഡ്ഡിംഗ് കേക്കിന് വേണ്ടി ഈ ഐലാൻഡ് തന്നെ നശിപ്പിച്ച് കളയും. അവളത് പറയുമ്പോഴേക്കും ഓൾമോസ്റ്റ് ബിഗ് മോം തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. ബിഗ് മോമിന്റെ തൊട്ട് മുകളിലായിട്ട് ആ പരസ്പരം ഉണ്ട്. അവനാണെങ്കിൽ ഒരുപാട് തവണ ബിഗ് മോമിനെ ഡൈവേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇത് കരുതും പോലെ വെഡ്ഡിംഗ് കേക്ക് അല്ല, ആ നട്ട്സ് ഐലാൻഡ് ആണ്. ദയവ് ചെയ്ത് നീ ഇവിടുന്ന് ഡൈവേർട്ട് ചെയ്ത് പോകാനായിട്ട് പറയും. പക്ഷെ അവളാണെങ്കിൽ അത് കാര്യമാക്കാതെ ആ ഒരു ഐലാൻഡിന് നേരക്ക് തന്നെ പോകും. ബിഗ് മോം ആണെങ്കിൽ ആ ഐലാൻഡിലേക്ക് ചാടി കയറി ഓരോരോ ബിൽഡിങ്ങുകളായിട്ട് ഇടിച്ച് തകർക്കാൻ തുടങ്ങും. കട്ട് ചെയ്ത ആ ഹോൾ കേക്ക് ഐലാൻഡ് കാണിക്കും. അവിടെ മോണ്ടോറിന് ആ കസ്റ്റാർഡിന്റെ കയ്യിൽ നിന്ന് ഒരു കോള് വരികയാണ്. സ്ട്രോഹാ ടീം അവരെ നിങ്ങളെ കൊണ്ട് പിടിക്കാൻ സാധിച്ചോ? അതിനവൻ പറയും, അവർ ജസ്റ്റ് മിസ്സിന് കപ്പൽ ഡൈവേർട്ട് ചെയ്ത് രക്ഷപ്പെട്ടു, ഞങ്ങളെ കൊണ്ട് അവരെ പിടിക്കാനായില്ല. അതിനുശേഷം ആ കപ്പോം ടീമിനെ കുറിച്ച് ചോദിക്കും. അതിനവള് പറയും, അവർ ഞങ്ങളെ തിരികെ അറ്റാക്ക് ചെയ്ത് ഞൊട്ടിയിടയിൽ ഏതോ ഒരു ഭാഗത്തേക്ക് മറഞ്ഞു. പക്ഷെ പേടിക്കാനില്ല, നമ്മുടെ നെറ്റ്വർക്ക് ഫിഷുകൾ അവറ്റകൾ ആ കപ്പലിന്റെ ലൊക്കേഷൻ അത് തീർച്ചയായിട്ടും കണ്ടെത്തി ഇൻഫർമേഷൻ പാസ് ചെയ്യും. അതെല്ലാം കേട്ട് അവന്റെ ടെൻഷൻ അത് കൂടി കൂടി വരും. അവൻ തീർത്തു പറയും, ഒരു കാരണവശാലും ആ കപ്പോംസ് രക്ഷപ്പെട്ടു പോകാൻ പാടില്ല. ലൂഫിയൻ ടീം ഓൾമോസ്റ്റ് എവിടേക്കാ പോകുന്നതെന്ന് ഞങ്ങൾക്കറിയാം. അവരെ ലോക്ക് ചെയ്യാനും പിടിക്കാനും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ കപ്പോംസ് കുറിച്ച് ഇതുവരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനും കിട്ടിയിട്ടില്ല. സോ എത്രയും വേഗം അവരെ കണ്ടുപിടിക്കാൻ അവൻ പറയും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ കപ്പോംസിനെ കാണിക്കും. അവരാണെങ്കിൽ ഒരുപാട് ദൂരം കപ്പലുമായിട്ട് ട്രാവൽ ചെയ്ത് വന്നു. അവർ ചുറ്റും നോക്കും. ദൂരെ എവിടെയും തന്നെ ബിഗ് മോംസിന്റെ ആരെയും കാണാനില്ല. അത് മാത്രമല്ല, കടലിനടിയിൽ സിഗ്നൽ പാസ് ചെയ്യുന്ന ഫിഷുകൾ അവറ്റകളുടെ സിഗ്നൽസിന്റെ വേവ്സും ഇപ്പൊ കിട്ടുന്നില്ല. കാരണം അവറ്റകൾ സിഗ്നൽ പാസ് ചെയ്യുമ്പോൾ ഇവരുടെ സ്നെയിലില് സിഗ്നൽ റിഫ്ലക്ട് ചെയ്യും. ഇപ്പൊ അതുപോലെ യാതൊരു റിഫ്ലക്ഷനും അവരുടെ സ്നെയിലില്ല. സോ അതിനർത്ഥം അവർ സേഫായി ബിഗ് മോമിന്റെ ബൗണ്ടറിയിൽ നിന്നും ഒരുപാട് ദൂരത്തെത്തിയെന്നാണ്. അവർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. കപ്പോംസിനാണെങ്കിൽ ആളുടെ വൈഫിനെ കുറിച്ച് ഓർമ്മ വരും. എത്രയും വേഗം നമുക്ക് ആ സ്വീറ്റ് ഐലാൻഡിലേക്ക് പോകണം. അവിടെയാണ് എന്റെ വൈഫ് ഷിഫോൺ ഉള്ളത്. അവളെ എത്രയും വേഗം രക്ഷിച്ച് അവളെയും ഇവിടുന്ന് കൊണ്ടുപോകണമെന്ന് പറയും. അത് കേട്ട് അവന്റെ അസിസ്റ്റൻസ് ആണെങ്കിൽ കപ്പല് അവിടേക്ക് ഡൈവേർട്ട് ചെയ്യാണ്. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ചെയ്ത് ആ കടലിന്റെ അടിയിലുള്ള ഇൻഫർമേഷൻ ഒക്കെ പാസ് ചെയ്യുന്ന ഫിഷുകളെ കാണിക്കുകയാണ്. അവറ്റകളെ എല്ലാത്തിനെയും നമ്മുടെ സൺ പൈററ്റ്സ് അവർ സിഗ്നൽ പാസ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ അവറ്റകളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് സിഗ്നൽസ് ഒന്നും ഒരു ഭാഗത്തേക്കും സ്പ്രെഡ് ആവാത്തത്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് നമ്മുടെ 1000 സണ്ണി കപ്പല് കാണിക്കും. അവിടെ ചോപ്പർ ആണെങ്കിൽ ചുറ്റും നോക്കും. മോമിന്റെ ഒരാൾ പോലും അവിടെ എവിടെയുമില്ല. ആക്ച്വലി സൺ പൈററ്റ്സ് ആണ് അവരെല്ലാം തടയുന്നതും അവരുടെ സിഗ്നൽസ് അതെല്ലാം വീക്ക് ആക്കുന്നതെന്നും ജിംബയ്ക്ക് അറിയില്ല. കട്ട് ചെയ്ത ഇവിടെ മാൻഡ്രോ ആണെങ്കിൽ ആ പരസ്പരോട് ദേഷ്യപ്പെട്ട് പറയും, നീ അവിടെ എന്ത് ചെയ്യാണ്? ബിഗ് മോം അവരാ നട്ട്സ് ഐലാൻഡ് നശിപ്പിക്കുന്നത് നീ കാണുന്നില്ലേ? എത്രയും വേഗം അമ്മ അവിടുന്ന് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകും. അവനങ്ങനെ ഓരോ കാര്യം പരസ്പരയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയമായിരിക്കും വേറൊരു പെണ്ണ് അവിടേക്ക് ഓടി വരിക. അവളാണെങ്കിൽ ടെൻഷനായിട്ട് ഇപ്പൊ മോണ്ടറിനോട് പറയും, നമുക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന ആ ഫിഷുകൾ അവറ്റകളുടെ യാതൊരു അനക്കവും ഇപ്പൊ കിട്ടുന്നില്ല. അവറ്റകൾക്കെല്ലാം എന്തോ സംഭവിച്ചിട്ടുണ്ട്. അത് കേൾക്കേണ്ട താമസം അവൻ ഡബിൾ ഷോക്കായി എത്രയും വേഗം ആ ഫിഷുകൾക്ക് എന്തു പറ്റി എന്ന് അന്വേഷിക്കാനായിട്ട് പറയും. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത്
കടലിന്റെ അടിത്തട്ട് കാണിക്കും. അവിടെ സൺ പൈററ്റ്സും ബിഗ് മോമിന്റെ 47ാമത്തെ മകളും എല്ലാവരും ഒന്നിച്ച് ആ ഫിഷുകളെ എല്ലാം ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്ന് ഡാൻസും പാട്ടൊക്കെ ആയിട്ട് അവറ്റകൾ ഡൈവേർട്ട് ചെയ്തിരിക്കുകയാണ്. അതേസമയം ഇവിടെ കട്ടകുറിയാണെങ്കിൽ ലൂഫിയെ വെല്ലുവിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ലൂഫി തീർത്തു പറയും, ഒരു കാരണവശാലും എന്റെ 4th ഗിയറിന് മുൻപിൽ എനിക്ക് ജയിക്കാനാവില്ല. പക്ഷേ ആ കട്ടകുറി വില്ലൻ അവൻ നൈസായിട്ട് ലൂഫിയുടെ ഫ്യൂച്ചർ മനസ്സിലാക്കും. അവന്റെ 4th ഗിയറിന്റെ പവർ പതിയെ പതിയെ കുറയാണെന്ന് മനസ്സിലാക്കിയ കട്ടകുറി അത് ലൂഫിയോട് തന്നെ പറയും. അത് കേൾക്കേണ്ട താമസം ലൂഫി അങ്ങനെ ടേൺ ചെയ്ത് ദൂരേക്ക് പോവും. കാരണം അവനറിയാം 10 മിനിറ്റ് സേഫ് ആയിട്ട് എവിടേക്കെങ്കിലും മാറിയിരുന്നാൽ മാത്രമേ അവന് വീണ്ടും പവർ റീഗെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ലൂഫി ഓടുന്നത് കണ്ട് ആ വില്ലനും ലൂഫിയുടെ പിന്നാലെ ഓടും. കട്ടകുറിയാണെങ്കിൽ അവന്റെ ഡോണറ്റ് പവറൊക്കെ ഉപയോഗിച്ച് ലൂഫിയെ പിടിച്ചു വലിച്ച് ആഞ്ഞെട്ടിക്കും. ലൂഫി അവൻ ഒരുപാട് വേദനയിൽ ചോരയൊക്കെ തുളുമ്പി നിർത്താതെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഓടി ഓടി അല്പം മുൻപിലേക്ക് വരുമ്പോഴായിരിക്കും അവന്റെ തൊട്ട് മുൻപിൽ അവൻ ആരെയോ കാണുക. ലൂഫിക്കാണെങ്കിൽ വലിയൊരു പ്രതീക്ഷയും സന്തോഷമൊക്കെ അങ്ങനെ കൈവരും. കാരണം അവന്റെ തൊട്ട് മുൻപിലുള്ളത് മറ്റാരുമല്ല, സാക്ഷാൽ ബ്രൂലി. ലൂഫിയുടെ ചിരി അത് കാണേണ്ട താമസം ബ്രൂലി അവള് നിലവിളിക്കും, ബിഗ് ബ്രദർ ഓടി വായോ, ഇവൻ എന്നെ അറ്റാക്ക് ചെയ്യുന്നതിന് മുൻപ് എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്ക്. ഉടനെ ആ വില്ലനാണെങ്കിൽ ചാടി ഓടി വരും. അതിനു മുൻപ് ലൂഫി അവളെ പിടിച്ചു വലിച്ച് ഒരു മിററിലൂടെ അവിടുന്ന് കടന്നു പോവാണ്. വില്ലൻ ആ മിററിൽ ആഞ്ഞെട്ടിക്കും. പക്ഷെ അപ്പോഴേക്കും അവര് മറ്റൊരു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടാവും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ബ്രൂലയും നമ്മുടെ ലൂഫിയും അവർ രണ്ടുപേരും സേഫായിട്ട് ഏതോ ഒരു വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ലൂഫിക്കാണെങ്കിൽ ഭയങ്കര ആശ്വാസം. 10 മിനിറ്റ് ഇവിടെ റെസ്റ്റ് ചെയ്യാം, എന്റെ പവർ അത് റീഗെയിൻ ചെയ്ത് ആ കട്ടമറു വില്ലനെ എന്റെ കൈകൊണ്ട് ഞാൻ തന്നെ തകർക്കുമെന്ന് പറയുമ്പോഴായിരിക്കും അവരിയ്ക്കുന്ന ആ ഒരു വീട് അത് മുഴുവനായിട്ടും അങ്ങനെ കിടുങ്ങി വിറയ്ക്കുക. ചുറ്റും എന്താ സംഭവിക്കണേന്നറിയാൻ ലൂഫിയും ബ്രൂലിയും പുറത്തേക്ക് നോക്കും. അപ്പൊ അവൻ കാണും സാക്ഷാൽ ബിഗ് മോം. അവള് ആ ഐലാൻഡ് മുഴുവൻ നശിപ്പിക്കുകയാണ്. സോ ലൂഫി ഇപ്പോൾ ഉള്ളത് ആ നട്ട്സ് ഐലാൻഡിലാണ്. പരസ്പരമാണെങ്കിൽ ബിഗ് മോമിനോട് പറയും, ബിഗ് മോം ഞാൻ പറയുന്നത് കേൾക്ക്, നമ്മളിപ്പോൾ ഉള്ളത് നട്ട്സ് ഐലാൻഡിലാണ്. ലൂഫിയും കേക്കും ഒന്നും ഇവിടെ അല്ല, സ്വീറ്റ് ഐലാൻഡിലേക്കാണ്. നമുക്ക് എത്രയും വേഗം സമയം കളയാതെ അവിടേക്ക് പോകണം. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത കപ്പലിലുള്ള നമ്മുടെ ആൾക്കാരെ കാണിക്കും. അവരാണെങ്കിൽ ഏത് നിമിഷവും ഒരു അറ്റാക്കിന് റെഡി ആയിട്ട് നിൽക്കുകയാണ്. പക്ഷേ ആ കടലിന്റെ ഒരു ഭാഗത്ത് പോലും വില്ലന്മാരുടെ ഒരു കപ്പൽ പോലും കാണാനില്ല. അപ്പൊ മറ്റൊരു ഭാഗത്ത് ബിഗ് മോമിന്റെ കപ്പലുകൾ ഇതെല്ലാം തന്നെ വേറൊരു ഡയറക്ഷൻ അത് ലക്ഷ്യമാക്കി പോവാണ്. അവരുടെ ലക്ഷ്യവും കപ്പോംസിനെയും ഓഹാറ്റ് ലൂഫിയൻ ടീമിനെയും പിടിക്കുക എന്നത് തന്നെയാണ്. ഉടനെ മോണ്ടോർ ആണെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യാണ്. മോണ്ടോർ ആണെങ്കിൽ അവരോട് പറയും, കപ്പോംസും ലൂഫിയും മാത്രമല്ല ഇപ്പൊ നമ്മുടെ ശത്രുക്കൾ, ബിഗ് മോമും അവന്റെ സൺ പൈററ്റ്സും നമ്മുടെ ശത്രുക്കളാണ്. സോ ഒരു കാരണവശാലും അവരും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് പാടില്ല. അതേസമയം ആ സ്വീറ്റ് ഫാക്ടറി കാണിക്കും. അവിടെയാണെങ്കിൽ സാഞ്ചി വേറെ ലെവലില് കേക്കിന്റെ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കി. ഷെഫ് ആണെങ്കിൽ ചെറുതായിട്ട് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും. അവൻ ഓൺ ദ സ്പോട്ടിൽ അങ്ങനെ ഫ്ലാറ്റ് ആവുകയാണ്. വാവ്, ഇത്രയും സൂപ്പർ ടേസ്റ്റിൽ ഇതുവരെ നമ്മൾ കേക്ക് ഉണ്ടാക്കിയിട്ടില്ല. ഇത് കേൾക്കുമ്പോൾ സാഞ്ചിക്ക് വല്ലാത്തൊരു സന്തോഷം. സാഞ്ചിയെ കഴിഞ്ഞ് കൂടുതൽ സന്തോഷം നമ്മുടെ പുട്ടിങ്ങിനാണ്. അവള് സാഞ്ചിയെ നോക്കി ലവ് ഒക്കെ അയച്ച് അങ്ങനെ ഇംപ്രസ്ഡ് ആയി ഷിഫോണിന്റെ ദേഹത്തേക്ക് ചാരി കിടക്കും. അല്പസമയം കഴിയുമ്പോഴേക്കും ഷിഫോൺ അവൾ പ്ലഫി ആയിട്ടുള്ള ഒരു കേക്ക് റെഡിയാക്കുകയാണ്. സോ അതേത് ഭാഗത്തേക്ക് തിരിച്ചാലും മറിച്ചാലും താഴേക്ക് വീണ് നശിച്ചു പോവില്ല. ഇവിടെ പുട്ടിങ് ആണെങ്കിൽ അവളുടെ ചോക്ലേറ്റും സ്മൂത്ത് ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി സാഞ്ചി ഉണ്ടാക്കിയ ആ ക്രീമും ചോക്ലേറ്റും ചേർത്ത് കേക്ക് ഒന്ന് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തെടുക്കണം. അതിനു മുൻപ് കേക്ക് കപ്പലിലേക്ക് കയറ്റണം. ഇപ്പൊ സമയം 6 മണി. സോ എത്രയും വേഗം കപ്പലിലേക്ക് ഈ ഒരു കേക്ക് കയറ്റി പോകുന്ന വഴിയിൽ തന്നെ ആ കേക്കിന്റെ ബാക്കിയുള്ള വർക്കുകൾ അത് കംപ്ലീറ്റ് ചെയ്യണം. അതിനുശേഷം 1000 സണ്ണി കപ്പലിന്റെ അടുത്തേക്ക് ചെന്ന് സാഞ്ചി അതിലേക്ക് കയറി അവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. ബിഗ് മോം ആ കേക്ക് കഴിച്ച് അവിടെ തന്നെ നിൽക്കണം. സാഞ്ചി ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഷെഫുകളോട് എത്രയും വേഗം വലിയ കേക്ക് അത് കപ്പലിലേക്ക് മാറ്റാൻ പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.